ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ചു കാലം മുന്നെയാണ് സിട്രോൻ അവരുടെ 2.0 സ്ട്രാറ്റജി എവിടെ അനൗൺസ് ചെയ്ത് കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി വണ്ടികളുടെ ഫീച്ചേഴ്സൊക്കെ കൂട്ടി ആൾക്കാരുടെ മൊത്തത്തിലുള്ള ഒരു അപ്പീൽ മാറ്റാനായിരുന്നു അവരുടെ ഉദ്ദേശം. ഏതായാലും 2 മാസം മുന്നേ C3X ഇറക്കി, അതിനുശേഷം കഴിഞ്ഞ മാസം ബസാൾട്ട് എക്സ് ഇറക്കി. ഇപ്പോൾ അവർ നമ്മുടെ എയർക്രോസ് എക്സിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വണ്ടിയും അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. ഒരു പച്ച കളറാണ് ഇവർ ഇതിനകത്ത് ടീസറിൽ കാണിച്ചത്, പക്ഷേ അത് മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഹൈലൈറ്റ്സ് കൂട്ടി ഇപ്പോൾ പച്ച കളറാണ് ആയത്. പുതിയ കളറിൻ്റെ ആണോ അതോ ഇനിയിപ്പം അവർ ജസ്റ്റ് ബ്ലാക്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിലായിപ്പോയതാണോ എന്നറിയില്ല. എനിവേ അത് പോട്ടെ, കളറല്ലല്ലോ നമ്മുടെ മെയിൻ വിഷയം. അവർ ബസാൾട്ട് എക്സ് ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് അങ്ങനെ പുതിയ കളേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആയിരുന്നു, ഒരു വ്യത്യാസവും കൊടുത്തില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ അവർ നന്നായിട്ട് തന്നെ വ്യത്യാസങ്ങൾ വരുത്തി. ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ വാഹനങ്ങളിലൂടെയും അവർ ഉദ്ദേശിക്കുന്ന അതാണ്, അതായത് കൂടുതൽ ഒരു പ്രീമിയം ഔട്ട്ലുക്ക് അവരുടെ വണ്ടികൾക്ക് കൊടുക്കാനാണ്. ആദ്യം വണ്ടികൾ ചീപ്പ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ആരും വാങ്ങിച്ചില്ല, അതുപോലെ തന്നെ അവിടെ കടന്നുപോയി. അവരുടെ മെയിൻ ഉദ്ദേശം ഇവിടെ വണ്ടി വിൽക്കുക എന്നുള്ളതല്ലായിരുന്നു, അതൊരു കേസ്. കാരണം സെട്രോൻ ഇവിടെ വണ്ടികൾ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ C3, അതായത് നമ്മുടെ ഇവിടെ ഉള്ള ഈ കോമൺ മോഡൽ പ്ലാറ്റ്ഫോം CMP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അതിനകത്ത് വണ്ടികൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് അവർ ഇഷ്ടം പോലെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ 1.2 പ്യുവർടെക് 83 എന്ന് പറഞ്ഞ എഞ്ചിൻ അതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതും നമ്മുടെ സ്റ്റെലാൻസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന പല പല കമ്പനികളിലേക്ക് അവർ എക്സ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് പുറത്ത് രാജ്യങ്ങളിൽ. സോ അതാണ് അവരുടെ മെയിൻ ബിസിനസ്. പക്ഷേ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ വണ്ടികളുടെയും കൂടെ സെയിൽസ് സ്ട്രോങ് ആക്കണം എന്ന് തോന്നിയപ്പോഴായിരിക്കും ഇവർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇറക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ C3X എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈവൻ കഴിഞ്ഞ മാസം ഇറങ്ങിയ നമ്മുടെ ബസാൾട്ട് എക്സ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യാസങ്ങളാണ് അവർ വരുത്തിയത്. ഇപ്പം ആദ്യം തന്നെ ഡാഷ്ബോർഡിൻ്റെ മൊത്തം ലേഔട്ട് തന്നെ മാറ്റി. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വന്നു. പിന്നെ AC വെൻസിൻ്റെ ഡിസൈൻ, അത് ആദ്യം ബസാൾട്ടും C3 എയർക്രോസും എല്ലാം ഇറക്കിയ സമയത്ത് വളരെ മോശമായിരുന്നു, ഭയങ്കര ഫ്ലിംസി ആയിട്ടുള്ള AC വെൻസ് ആയിരുന്നു. പക്ഷേ എന്തായാലും അതൊക്കെ ഇപ്പോൾ ഫിക്സ് ചെയ്ത് കുറച്ചും കൂടെ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലേഔട്ടിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ ബസാൾട്ടിൻ്റെ ഡാഷ്ബോർഡാണ്, പക്ഷേ C3 എയർക്രോസിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ലേഔട്ട് തന്നെയായിരിക്കും ആ ഡാഷ്ബോർഡിൽ കിട്ടുന്നത്. പിന്നെ ആദ്യം നമ്മുടെ ഇൻസ്റ്റോൺ ക്ലസ്റ്ററിൻ്റെ അകത്തൊരു കവർ ഉണ്ടായിരുന്നു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഒറ്റൊരു ഫ്രെയിംലെസ് സാധനം പോലത്തെ ഇതാക്കിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കവറില്ലാന്നേ ഉള്ളൂ. നമ്മുടെ UAM സാധനങ്ങളൊക്കെ വരുന്നത് എക്സാക്ട്ലി നേരത്തെ വന്നത് തന്നെയാണ്. 7 inches സിലിണ്ടർ ക്ലസ്റ്ററാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതല്ലാതെ വേറെയും പല ഫീച്ചേഴ്സ്, ഇപ്പോൾ ക്രൂസ് കൺട്രോൾ വിത്ത് ലിമിറ്റർ ഫംഗ്ഷൻ അതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തൊന്നല്ല, നമുക്ക് നേരത്തെ C3X കിട്ടിയ സാധനം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മുടെ പുതിയ വണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് വരും. പിന്നെ ഇത്രയും കാലം സിട്രോൻ്റെ വണ്ടിയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലായിരുന്നു. അത് നമ്മുടെ ബസാൾട്ട് എക്സും C3X ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോ അതും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് റിക്ക് സെൻസർ ഇല്ല, അതിന് പകരം നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവുക, അതുപോലെ ദൂരേക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുക, അങ്ങനെ ഒരു മെക്കാനിസം ആണ്. പിന്നെ അതിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡാഷ്ബോർഡിൻ്റെ അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ വരുന്ന സ്ഥലത്താണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോളിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, സ്റ്റിയറിംഗ് വീലിൽ അത്ര ആണ്. അങ്ങനെ കുറച്ച് ചെറിയ മിനിക്ക് പണികൾ വന്നിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ഡിമിങ് എയർ ബീംസ് C3X ബസാൾട്ട് എക്സിലും നമ്മൾ രണ്ടിലും കണ്ടതാണ്. ഇനി അടുത്ത ടൈപ്പ് C USB ഫാസ്റ്റ് ചാർജിങ് പോർട്ട്സ് ആണ്. അതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നുള്ളവർ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ടൈപ്പ് C ആണ്. പൊതുവേ ഇപ്പം ടൈപ്പ് A ആൾക്കാർ ഉപയോഗിക്കുന്ന കുറവാണ്, ടൈപ്പ് C തന്നെയാണ്. സോ അതെന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓപ്ഷണൽ 360° ക്യാമറ ആയിരുന്നു. അതൊരു ബസാൾട്ടിലും C3 അതായത് രണ്ടിൻ്റെ എക്സിനകത്ത് ഓപ്ഷണൽ കിറ്റായിട്ടാണ് കൊടുത്തത്. നമ്മൾ 25,000 രൂപയുടെ അടുത്ത് അഡീഷണൽ പേ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ബട്ട് 25,000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പുറത്തും 360° ക്യാമറ ചെയ്യുകയാണെങ്കിലും ഏകദേശം ഈ റേറ്റ്, അതായത് സ്റ്റീരിയോ എല്ലാം കൂടെ വരുമ്പോഴേക്കും 20 to 30 വരുമായിരിക്കും. ഇതിപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയും. അവരുടെ സ്റ്റീരിയോയ്ക്കകത്ത് അവർ തന്നെ സാധനം വെച്ച് തരാണ്. പിന്നെ കമ്പനി തന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഇതിനെന്തായാലും വാറണ്ടി ഇഷ്യൂ ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. IRVMs ഓട്ടോ ഡിമിങ് ആയെങ്കിലും അതിൻ്റെ അകത്തൊരു കുറച്ചെങ്കിലും ഫ്രെയിംലെസ് ഡിസൈൻ പോലെ കൊടുക്കായിരുന്നു. അതായത് ഡിസൈൻ ഇത്തിരി കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര ബേസിക് ആണ് ഡിസൈൻ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് അവർ എന്തെങ്കിലും കൊടുത്തല്ലോ. C3 ആദ്യം ഇറങ്ങിയ സമയത്ത് മറ്റേ കോല് വെച്ച് തട്ടുന്ന മാനുവൽ ഡൈനാറ്റ് IRVM പോലും ഇല്ലായിരുന്നു, ഡിമ്മിങ്ങേ ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ നോക്കുമ്പോൾ പ്രോഗ്രസ് ഉണ്ട്. പിന്നെ അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അഗൈൻ അത് ബസാൾട്ട് എക്സിൽ മാത്രമേ ഉള്ളൂ, C3 പക്ഷേ സ്റ്റിൽ വലിയ കുഴപ്പമില്ല. എയർക്രോസിനകത്ത് എന്തായാലും ഒരു കൊടുക്കും. ബസാൾട്ട് എക്സിൽ ഉണ്ടായിരുന്ന എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് എയർക്രോസ് എക്സിലും അവൈലബിൾ ആയിരിക്കും. അതിന് പകരമായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് പുതിയ ഫീച്ചേഴ്സ് വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തായാലും അവർ ഇനിയിപ്പോൾ ഒന്നും എടുത്ത് കളയാൻ പോകുന്നില്ല. ഓൾറെഡി ലിമിറ്റഡ് ഫീച്ചേഴ്സ് ആണ് അവർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എടുത്ത് കളയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ബാക്ക് സീറ്റിൻ്റെ ഒരു ഡിസൈനും സാധനങ്ങളും ലേഔട്ടും ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും നമ്മുടെ C3 എയർക്രോസ് എക്സിനകത്തും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എയർക്രോസ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ വണ്ടിയാണ്, SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 row കോൺഫിഗറേഷൻ അവൈലബിൾ ആണ്. 7 സീറ്റർ അല്ലെങ്കിൽ 5+2 സീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 7 സീറ്റർ വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് 5 സീറ്റർ ലേഔട്ടും അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ റെക്കമെൻഡേഷൻ 5 സീറ്റർ എടുക്കാനായിരിക്കും. കാരണം നമുക്ക് സെക്കൻഡ് റോ സ്പേസ് കൂടുതൽ കിട്ടുന്ന 5 സീറ്റർ മോഡലാണ്. 7 സീറ്റർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നടുവിലത്തെ റോ നമുക്ക് റിക്ലൈൻ അല്ല, അതായത് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് എന്തായാലും ഓവറോൾ സ്പേസ് അവിടെ ഇത്തിരി കോംപ്രമൈസ്ഡ് ആയിരിക്കും. തേർഡ് റോയിലും ഒരുപാട് സ്ഥലമൊന്നുമില്ല. പക്ഷേ 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ 5 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും. പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഇതൊന്നുമല്ലാതെ സേഫ്റ്റിയിലും ആദ്യത്തെ C3ക്ക് റേറ്റിംഗ് കുറച്ച് കുറവായിരുന്നെങ്കിലും പിന്നീട് അവർ ഇമ്പ്രൂവ് ചെയ്തു. ബസാൾട്ടിന് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് ഭാരത് എൻക്യാപ്പിൻ്റെ ടെസ്റ്റിങ്ങിലൊക്കെ കിട്ടിയത്. സോ വലിയ കുഴപ്പമൊന്നുമില്ല. 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വണ്ടി ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഭാരത് എൻക്യാപ്പിൽ. ബട്ട് സ്റ്റിൽ മൊത്തത്തിൽ നോക്കുമ്പം സേഫ്റ്റി അത്യാവശ്യം അവർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എന്ന് പറയാം. എയർ ക്രോസിനകത്ത് എന്തായാലും സിമിലർ ആയിട്ടുള്ളൊരു സേഫ്റ്റി തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ 6 എയർ ബാഗ്സ്, ABS, TBD, ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അതൊക്കെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് എക്യുപ്മെൻ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒരു രീതിയിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ADAS ഒന്നും സിട്രോൻ ഇപ്പോഴും കൊടുക്കുന്നതിനെ പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല. അത് പിന്നെ ഒരു ഇത്തിരി കൂടുതലാണ് ചോദിക്കുന്നത്. അവരിപ്പോഴാണ് ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടെ മാർക്കറ്റിൽ കറണ്ടായിട്ട് വരുന്ന സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ADASും പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിക്കോട്ടെ, കുറേ സാധനങ്ങളുണ്ട്. സൺറൂഫ് ഇതുവരെ ഇവരുടെ വണ്ടികളിൽ വന്നിട്ടില്ല. അതൊക്കെ നമുക്കൊരു ഇത്തിരി എക്സ്ട്രാ പ്രീമിയം പോലത്തെ സാധനങ്ങളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് വരുന്ന സാധനങ്ങളൊന്നും അല്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളിൽ ടോപ്പ് ആൻഡ് വേരിയൻസിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അത് എത്ര പേര് എടുക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ സ്റ്റിൽ അത് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പം നടുവിലത്തെ വേരിയൻസിൽ ഇതില്ലെങ്കിലും ഇനിയിപ്പോൾ വേറെ ടോപ്പ് എൻഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നടുവിലത്തെ വേരിയൻ്റ് എടുത്ത് സന്തോഷിക്കും, നമ്മൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോൾ ബസാൾട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ടോപ്പ് ആൻഡ് ടെർബോ പെട്രോൾ വേരിയൻസ് നമ്മുടെ ക്രെറ്റയുടെ ഒക്കെ ബേസ് മോഡലിലെ സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ഇതിൻ്റെ ടെർബോ പെട്രോൾ മോഡലിൻ്റെ മാനുവലിൻ്റെ പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല. 13 lakhs അടുത്തൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വെച്ച് വരുന്ന സാധനത്തിനകത്ത് എക്സ്ഷോറൂം പ്രൈസ് അത്രേ വരുന്നുണ്ടാവുള്ളൂ. 13.4 lakhs എന്തോ ആണ്. ഡ്യുവൽ ടോണും 360 ക്യാമറ രണ്ടും കൂടെ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിലും ടോപ്പ് ആൻഡ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് ഓൺ റോഡ് ഒരു 15.5 അകത്തൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അതൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ബസാൾട്ട് എക്സും അവർ ഇതുവരെ ഇറക്കിയ എക്സ് മോഡൽസിനകത്തൊന്നും അധികം പ്രൈസേക്കൊന്നും വരുത്തില്ല. ഇൻഫാക്ട് ചില വേരിയൻസിൽ പ്രൈസ് കുറച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എയർ ക്രോസിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബൈ ദ വേ, ഞാൻ ഈ എയർ ക്രോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇവരിതിൻ്റെ പേരിൽ നിന്ന് C3 എന്ന് പറഞ്ഞ ടാഗ് ലൈൻ എടുത്ത് കളഞ്ഞായിരുന്നു. ഇപ്പോൾ സിട്രോൻ എയർ ക്രോസ് മാത്രമാണ് ഇതിനെ വിളിക്കുന്നത്. C3 എയർ ക്രോസ് എന്നാണ് ഇറക്കിയപ്പോൾ വിളിച്ചിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു C3 ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് വാങ്ങാൻ മടി ഉണ്ടാവുന്നവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും മറ്റേ പേരെടുത്ത് കളഞ്ഞത്. ഏതായാലും സിട്രോൻ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഇവിടെ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വണ്ടി ഇതാണ്. പിന്നെയുള്ള C5 എയർ ക്രോസ് ആണ്. അത് പിന്നെ അധികം ആൾക്കാരൊന്നും വാങ്ങാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഫീച്ചേഴ്സിൻ്റെ കാര്യം മാത്രമായിരുന്നു ഇത്രയും കാലം ഇവരുടെ വീക്ക് പോയിന്റ്സ് ഉണ്ടായിരുന്നത്. എഞ്ചിൻ വളരെ നല്ലതായിരുന്നു. 1.2 ടെർബോ പെട്രോൾ എന്ന് പറയുമ്പം സംഭവം ഓൺ പേപ്പർ 110 bhp 190 Nm ടോർക്കോ ഉള്ളെങ്കിലും നമുക്ക് ഓടിക്കുന്ന സമയത്ത് കുറച്ച് വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ പവർ നന്നായിട്ട് തന്നെ കിട്ടും. ആവശ്യമുള്ള ഏത് സമയത്താണെങ്കിലും നമുക്ക് ഓൺ ടാപ്പ് പവർ അവൈലബിൾ ആണ്. പിന്നെ അതിന് പുറമെ ട്രാൻസ്മിഷൻ ആണെങ്കിലും അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ റൈഡ് ക്വാളിറ്റിയാണ് സിട്രോൻ്റെ ഏറ്റവും നന്നായിട്ട് ആൾക്കാർ പറയാറുള്ള കാര്യം. കുറച്ച് ബോഡി റോൾ ഉണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ, പക്ഷേ എന്നാലും ഓവറോൾ റൈഡിൻ്റെ കാര്യത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള വാഹനങ്ങളായിരുന്നു. കംഫർട്ട്, ലോങ് മൈൽ മഞ്ചിങ്, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ സിട്രോൻ്റെ വണ്ടികൾ വളരെ നല്ലതാണ്. ഫീച്ചേഴ്സും കൂടെ അവരൊന്ന് റെഡിയാക്കി സെറ്റാക്കി പ്രൈസും കൂടെ ഓക്കെ ആക്കുകയാണെങ്കിൽ എന്തായാലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അതിപ്പോൾ ആർക്കാണെങ്കിലും. പക്ഷേ ആ ഒരു ബ്രാൻഡ് ഇമേജ്, സർവീസ്, അതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ എപ്പോഴും സിട്രോൻ എടുക്കാനൊന്നും മടിക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ്, ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.